ഒരു പാൻട്രി ഓർഗനൈസേഷൻ വീഡിയോ ആയാലോ? ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ വലിയൊരു താങ്ക്സ് ഈ വീഡിയോ കാണുന്നതിന്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ പണ്ട് മുതലേ ആഗ്രഹിക്കാറുണ്ട് ഈ വീട്ടില് നല്ല അടിപൊളി ബോട്ടിൽസ് ഒക്കെ ഇങ്ങനെ ഭംഗിയുള്ളതൊക്കെ വെക്കുന്നത് കാണുമ്പോഴത്തേക്കും അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാവും. എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ, അത് ഒത്തിരി റേറ്റും അല്ലേ എന്നൊക്കെ. അപ്പൊ അതിന് ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ പോലത്തെ ബോക്സ് ഉണ്ട്, അതിലൊക്കെ ഞാനിങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കും. എന്നിട്ട് ഇന്ത്യൻ ഫ്ലവേഴ്സ്, പിന്നെ ചിലതിൽ നൂഡിൽസ്, പിന്നെ ചിലതില് ഈ ഇന്ത്യൻ സ്പൈസസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഴുതി വെച്ച് ആ ബോക്സിനകത്ത് ഞാൻ ഈ കവറുകളൊക്കെ ഇട്ട് വെക്കും. അപ്പോ അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പൊ ഇതിലൊക്കെ ഒട്ടിച്ചേക്കുന്ന സ്റ്റിക്കർ ഇങ്ങനത്തെ ഒരു സ്റ്റിക്കറാണ്. അതിലൊരു വൈറ്റ് മാർക്കർ അതിന്റെ ഒപ്പം തരും. അപ്പൊ അതിലിങ്ങനെ ഞാൻ എഴുതിയിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു വെക്കും. ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ബോട്ടിൽ തന്നെ വേറെ പലതും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തേച്ച് കഴുകുമ്പോൾ അതൊക്കെ മാഞ്ഞു പോകും. നമുക്കതിൽ വേറെ പേരെഴുതി വേറെ ബോട്ടിൽ വേറെ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനായിട്ട് സെയിം ബോട്ടിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ആ സ്റ്റിക്കർ നമുക്ക് ഊരിയെടുത്ത് വേറെ എവിടെയെങ്കിലും ഒട്ടിക്കാനും പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് സ്റ്റിക്കറാണ്. അങ്ങനെ ഞാൻ അത് വെച്ചിട്ട് എല്ലാം ഇങ്ങനെ എഴുതി, എന്തൊക്കെയാണ് ഓരോ ഐറ്റംസ് എന്നൊക്കെ എഴുതി എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചു. എന്നിട്ട് കുറച്ച് ഗ്ലാസസ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ സ്നാക്സും, പിന്നെ ചോക്ലേറ്റ്സ് ഇടയ്ക്ക് എടുത്ത് കഴിക്കുന്ന ഒരു ശീലമുണ്ട്, അപ്പോൾ നട്ട്സ് ഒക്കെ. അപ്പൊ അതിനും ഇങ്ങനെ വേറെ വേറെ ബോക്സ് ഒക്കെ വെച്ചു. പിന്നെ നമ്മളുടെ ഈ ലെൻറ്റിൽസ്, അങ്ങനത്തെ കുറച്ച് സ്പൈസസ് അല്ലല്ലോ, ഈ ടൈപ്പ് പയറുവർഗ്ഗങ്ങൾ, അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഇതേമാതിരി എല്ലാം എടുത്തു വെച്ചു. പിന്നെ നമ്മുടെ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും, നിങ്ങൾക്ക് ചില ബോട്ടിൽ കാണുമ്പോൾ അറിയാം, അതിങ്ങനെ പുറത്ത് വാങ്ങിച്ച എല്ലാ സാധനങ്ങളും മേടിച്ചപ്പോൾ അതിന്റെ കൂടെ കിട്ടിയതാണ്. ഞാനതൊക്കെ ഇങ്ങനെ വെറുതെ വേസ്റ്റ് ആകുമ്പോൾ നമുക്കൊരു ശീലമുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ ഇങ്ങനെ കഴുകിയൊക്കെ എടുത്ത് വെച്ച് അതിൽ തന്നെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച്, ചിലതൊക്കെ ഇങ്ങനെ അച്ചാറ് മേടിക്കേണ്ടതും, ചിലതൊക്കെ ഇങ്ങനെ ഈ ബ്ലൂ കളർ അടുപ്പുള്ളതൊക്കെ ആമസോണിൽ നിന്ന് മേടിച്ചതാട്ടോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ മേടിച്ച്, പിന്നെ ഈ മുട്ട അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് ഓപ്പൺ ഷെൽഫിൽ വെച്ചാലും കുഴപ്പമില്ല, പൊടിയടിച്ചാലോ അതൊരു ഇതിൽ ഇങ്ങനെ ഇരിക്കട്ടാണ് രീതി. അപ്പൊ എങ്ങനെയൊക്കെ ഞാൻ എന്റെ പാൻട്രിയെല്ലാം ഒരു വീക്കെൻഡ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. പിന്നെ ചിലത് പറയും ഇങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്യുന്നതോടെ നടക്കുന്നവർക്ക് ആ ഒരു റിയാലിറ്റിയിലേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുന്നതെന്നൊക്കെ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. എനിക്കിങ്ങനെ പാട്ടൊക്കെ കേട്ട വീടൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പാത്രം കഴുകുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണിയാണ്. എന്താണെന്നറിയില്ല, ഒരു പ്രത്യേകതരം ജന്മമാണെന്നത് തോന്നാൻ ഞാൻ. എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതണം. എൻ്റെ ഈ കുട്ടി ബ്ലോഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.